പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഇടവകയാണ് എൻ്റെ ഇടവക. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നിയിട്ടുള്ളൊരു വിശുദ്ധനാണ് ഈശോയുടെ ശിഷ്യനായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ, അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരൊറ്റ ചിത്രം ഈശോയുടെ തിരുഹൃദയത്തിലോട്ട് നെഞ്ചത്തോട്ട് ഇങ്ങനെ ചാരിക്കിടക്കുന്ന ഒരു ശിഷ്യനെയാണ്. എന്തൊരു ഭാഗ്യമാണ് ഇയാൾക്ക്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഇടവകയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എപ്പോഴും ഉള്ളൊരു കൊതി അതാണ്, അവൻ്റെ നെഞ്ചിലോട്ട് ഇങ്ങനെ ചാഞ്ഞു കിടക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ തർക്കത്തിലാണ് ആ സമയത്ത്. ഞങ്ങൾ ആരെക്കുറിച്ചാണ് കർത്താവ് പറയണത്, ഒറ്റിക്കൊടുക്കുക എന്നൊക്കെ ആരെക്കുറിച്ചാണ് പറയണത് എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യനിത് കേട്ടിട്ടില്ലെന്നുള്ളതാ സത്യം. കാരണം തനിക്കത് പറ്റില്ല എന്ന് അയാൾക്കറിയാം. പിന്നെ പത്രോസിലേക്ക് പറയണ നേരത്താണ് കർത്താവെ അത് ആരാണെന്നൊക്കെ ആള് ഈശോയോട് ക്ലാരിറ്റി ചോദിക്കുന്നതൊക്കെ. ഇങ്ങനെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നതോടുകൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തൊരു മാറ്റമാണ് വരുന്നതെന്ന് കാണും. അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ല അതിന് മുന്നായിട്ട് ഈ സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് നമ്മൾ കാണുന്നത് വചനത്തിൽ. ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ആ ഗ്രാമം മുഴുവൻ അഗ്നി ഇറക്കി നശിപ്പിച്ച് കളയട്ടെ എന്ന് പറയുന്നത്ര ഒരു ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ശരിയാണ്. പക്ഷെ ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, ഒരു ക്രൂരത നിറഞ്ഞ നിർബന്ധ ബുദ്ധി, അത് സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് പറയുന്ന ഒരാൾക്ക് ചേരുമെന്ന് നമ്മൾ ആലോചിച്ചു പോകും. ബാക്കി 10 പേര് നോക്കി നിൽക്കുന്ന നേരത്ത് സെബദീപുത്രന്മാർ, അതിനകത്തൊരാളാണ് യോഹന്നാൻ സ്ലീഹ. യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹയും ഒരുമിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങയുടെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് ഇരിക്കാനായിട്ടുള്ള വരം തരണം. മറ്റൊരു സുവിശേഷത്തിൽ ഇത് കാണുന്നത് അവരമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്നതായിട്ട്, എൻ്റെ മക്കളിൽ ഒരാൾ അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കണം എന്നൊക്കെ പറയുന്ന വിധത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്കൊക്കെ യോഹന്നാനെ നമ്മൾ വചനത്തിൽ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ ഇനി അതങ്ങനെയല്ല. കാരണം കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് കിടന്ന ഒരാൾക്ക് ഇനി പണ്ടത്തേതുപോലെ ക്രൂരനാവാൻ പറ്റില്ല, ക്രൗര്യമുള്ളിൽ സൂക്ഷിക്കാൻ പറ്റില്ല, പണ്ടത്തേതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാനും ആഗ്രഹിക്കാനും ആവില്ല. കർത്താവെ നീ മാത്രം എന്ന് പറഞ്ഞ് ജീവിച്ച് എല്ലാം വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. അത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് സ്ലീഹയുമായി യോഹന്നാൻ സ്ലീഹ ഒരു ഓട്ട മത്സരം നടത്തുകയാണ്. കർത്താവിനെ അവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു 2 പേരും കൂടി ഓടാണ്. പത്രോസ് സ്ലീഹയ്ക്ക് അല്പം പ്രായമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും യോഹന്നാൻ സ്ലീഹ ആദ്യമായിട്ട് ഫസ്റ്റ് എത്തുന്നുണ്ട്, ഗുഹയ്ക്ക് മുന്നിൽ ഫസ്റ്റ് എത്തുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യണേ? സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഓടിച്ചെന്ന് പുറത്തെത്തിയിട്ട് പറയുക ആളിൽ അവിടെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ അതല്ല നടക്കണത്. പത്രോസ് സ്ലീഹ വരാൻ വേണ്ടി ആളിങ്ങനെ മാറി നിൽക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തർക്കിച്ചൊരു മനുഷ്യൻ ഇപ്പോൾ കിട്ടിയ ചാൻസ് പോലും വേറൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അവൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് കിടക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്, അങ്ങയോടിങ്ങനെ ചേർന്ന് നിൽക്കാനായി. എൻ്റെ ഉള്ളിൽ എല്ലാ തിന്മകളും എടുത്തു മാറ്റപ്പെടുന്ന വിധത്തിൽ, എൻ്റെ ജീവിതവും ഹൃദയവും വിമലീകരിക്കപ്പെടുന്ന വിധത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തോടൊന്ന് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ ആവശ്യമാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ വിട്ടുപോകാതിരിക്കാനുള്ളൊരു വലിയ സ്നേഹം കൊണ്ട് ഇയാൾ ജ്ഞാനസ്നാനപ്പെടുന്നത് നമ്മൾ കാണും. ഈശോയോട് അവൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് കിടക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ഈശോയെ വിട്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ സ്നേഹം ഈശോയോട് ആൾക്ക് തോന്നുന്നത് നമ്മൾ കാണും. ബാക്കി എല്ലാവരും പത്രോസ് സ്ലീഹ തള്ളിപ്പറയുകയും യൂദാസ് കറിയോത്ത ഒറ്റിക്കൊടുക്കുകയും ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും ചിതറിയോടുകയും ചെയ്യുന്ന ആ പീഡാസഹനത്തിൻ്റെ രാത്രികളിൽ, കഠിന പീഡകളുടെ പകലുകളിൽ യോഹന്നാൻ ഈശോയോട് കൂടെയുണ്ട്. കുരിശുമരണത്തോളം, കുരിശിൻ്റെ ചുവട്ടോളം ഇങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോകുമ്പോൾ ഈ മനുഷ്യൻ ഈ വഴിയിലെല്ലാം പരിശുദ്ധ മാതാവിനെ ചേർത്ത് പിടിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയുടെ മരണം കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണും.
നമ്മുടെ ജീവിതത്തിന് വിമലീകരണം വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈശോയെ വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ വലിയ സ്നേഹം കൊണ്ട് നമ്മൾ ആശീർവദിക്കപ്പെടുകയും ചെയ്യും. അവൻ്റെ തിരുഹൃദയത്തോടിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ തല കൊണ്ട് ചിന്തിച്ച ഒരാളായിരുന്നില്ല യോഹന്നാൻ ശ്ലീഹ. നേരെ മറിച്ച് ഹൃദയം കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരാൾ. അവസാന ദിവസങ്ങളിൽ സ്നേഹം 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 എന്ന് മാത്രം പറഞ്ഞിരുന്ന ഒരാൾ. എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ എന്ന് ഈശോയുടെ കൂടെ ജീവിച്ച ഒരാളല്ലേ, ഈശോയുടെ പഠനങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളല്ലേ, ഈശോയോട് കൂടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളല്ലേ, ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞിരുന്ന ഒറ്റ കാര്യം സ്നേഹം, വീണ്ടും സ്നേഹം, വീണ്ടും വീണ്ടും സ്നേഹം മാത്രമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ. ഉള്ളു നിറച്ച് സ്നേഹം കൂടെയുള്ളവരോടും ക്രിസ്തുവിനോടും. ഈശോയെ, ഈ വിശുദ്ധൻ വഴിയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വലിയ അനുഗ്രഹം, അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ആശീർവാദം നമുക്ക് ഈ സമയം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന രാത്രിയായിരിക്കട്ടെ ഇതെന്നൊന്ന് പ്രാർത്ഥിക്കണം. നാളെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരിക്കലും അവനെ വിട്ടുപോകാത്ത വിധത്തിലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു എൻ്റെ ജീവിതത്തെ വല്ലാതെ വിമലീകരിക്കുന്ന സ്വർഗീയമായിട്ടുള്ള ആനന്ദവും സ്നേഹവും നന്മകളും കൊണ്ട് എൻ്റെ ഉള്ളു നിറയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.